നമസ്കാരം. ജിനു ആരോഗ്യപ്പച്ചിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന ചെടി വിയറ്റ്നാം മിൻ്റാണ്. വിയറ്റ്നാം മല്ലി എന്ന് അറിയപ്പെടുന്ന ഈ ചെടി വിദേശിയാണ്. നമ്മളിവിടെ അങ്ങനെ യൂട്യൂബിലോ അല്ലാതെ വീഡിയോകളിലൊന്നും അങ്ങനെ അധികം വന്നിട്ടില്ലാത്തൊരു ചെടിയാണ്. ഇത് റെയറായിട്ട് കിട്ടിയൊരു പ്ലാന്റാണ്. ഞാനതിൻ്റെ തണ്ട് കിട്ടിക്കഴിഞ്ഞ് കൊണ്ട് നട്ടുപിടിപ്പിച്ച് ഏകദേശം ഇപ്പോൾ ഇതുപോലെ ഗ്രോത്ത് ഇത്രയായി. ഒരു ഗ്രോബാഗിലാതാണ് നിൽക്കുന്നത്. ഇതിന് പ്രത്യേകം ഒരു വെറൈറ്റി ഉള്ളൊരു നല്ല ഒരു ചെടിയാണ്. വിയറ്റ്നാം മിൻ്റ് എന്ന് പറയുന്ന പോലെ തന്നെ ആ മിൻറ്റിൻ്റെ ഗുണങ്ങളൊക്കെ ഇതിനുണ്ട്. നമ്മുടെ വെറ്റിലയുടെ അതേ ടേസ്റ്റാണ്. വെറ്റില ചവയ്ക്കുന്നത് എങ്ങനെയാണോ ഒരു ചെറിയ എരിവുണ്ട്, എരിച്ചിലുണ്ട് ഇത് ചവയ്ക്കുമ്പോൾ. ഇതിൻ്റെ ഇല ചവയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഗ്യാസ് ട്രബിളിന് ഒക്കെ നല്ലതാണ്. ഇതിൻ്റെ രണ്ടില എടുത്ത് ചവച്ച് ഇറക്കുകയാണെങ്കിൽ വയറ് വീർത്തൊക്കെ നിൽക്കുകയാണെങ്കിൽ അന്നപ്പോൾ തന്നെ ഗ്യാസ് ട്രബിളിന് ഒരു കുറവ് കിട്ടും. എമ്പൊക്കെ പോയി എമ്പൊക്കെ പോകുമ്പോൾ ഒരു സുഖമാണ്. അതിൻ്റെ ഒരു ഗ്യാസും എല്ലാം കൂടെ കിട്ടും. അങ്ങനെ നല്ലൊരു ചെടിയാണ്. ഇത് ഉപയോഗം എന്നാന്ന് ചോദിച്ചാൽ മലേഷ്യ, സിംഗപ്പൂർ എന്നിവിടയിൽ സൂപ്പുകളിൽ ആഡ് ചെയ്യുന്ന ഒരു ലീഫാണ് ഇത്. അവിടുത്തെ സൂപ്പുകളിലെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഈ വിയറ്റ്നാം മിൻ്റ് ഇല. അതായത് നമ്മൾ വിദേശ വീഡിയോകളിലൊക്കെ ഇതിൻ്റെ വീഡിയോസ് അവർ കൊടുത്തിട്ടുണ്ട്. വലിയ പ്രാധാന്യത്തോടെയാണ് കൊടുത്തേക്കുന്നത്. ഇങ്ങനെ ഒരു പുതിയൊരു ചെടിയാണ് എല്ലാവരും പരിചയപ്പെടുന്നത്. വിയറ്റ്നാം കൊറിയാൻഡർ, വിയറ്റ്നാം മിൻ്റ് എന്നൊക്കെയാണ് ഇതിന് നാമകരണം. പക്ഷേ വിയറ്റ്നാം മല്ലി എന്ന് പറയുന്ന മല്ലിയോട് അങ്ങനെ സാദൃശ്യമില്ല. ഇതിന് മിൻറ്റിനോടാണ് സാദൃശ്യം. ചെറിയ പൂക്കളാണ്. പിന്നെ പൂക്കൾ ചെറിയ കുഞ്ഞു പൂക്കൾ. ഇതിന് തണ്ട് ഇങ്ങനെ ഗ്രോവാൽ കണ്ടോ, ഇതുപോലെ ഗ്രോത്തായിട്ട് നല്ലവണ്ണം വളർന്ന് വരും. എന്നിട്ട് അതിലെ കുഞ്ഞു വേരുകളൊക്കെ ഉണ്ട്. ഞാനിവിടെ വീട്ടിലെ ഒരു പട്ടിക്കുണ്ടിൻ്റെ മേളിലൊരു ഗ്രോബാഗ് വെച്ചിട്ടാണ് അതിലാണ് ഇത് പിടിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ ആകുമ്പം ഇവിടെ ഒരുപാട് ഇതിൻ്റെ മണ്ടേ കൂടെ മുഴുവൻ ഈ നമ്മുടെ പനിക്കൂർക്ക പടന്ന് കിടക്കുകയാണ്. അതിൻ്റെ അകത്ത് ഇത് കൊണ്ട് പിടിപ്പിച്ചിരിക്കുന്നത് കണ്ടോ, നേരെ ഗ്രോത്തായിട്ട് നല്ല തിക്കായിട്ട് നിൽക്കുന്നു. അങ്ങനെ നമ്മുടെ ഔഷധ പ്ലാന്റുകളുടെ കൂട്ടത്തിൽ ഒരു വെറൈറ്റി ആയിട്ടൊരു പ്ലാന്റ് കൂടെ കിട്ടി. ഒരു സുഹൃത്ത് വഴി ലഭിച്ചാണ്. ഒരു ജൈവ കർഷകനായ അബൂബക്കറിനം തന്നാണ്. അദ്ദേഹത്തിന് ആരോ സുഹൃത്തുക്കൾ കൊടുത്ത് അങ്ങനെ ഇറങ്ങി തിരിഞ്ഞ് നമ്മുടെ കയ്യിലെത്തി. ഇത് നമുക്ക് പ്രയോജനപ്പെടുത്തുന്ന എപ്പോഴും ഗ്യാസിനാണ്. ഗ്യാസ് ട്രബിൾ കൊണ്ട് നമ്മൾ ആഹാരം കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് വയറ് വീർത്തിരിക്കുക അങ്ങനെയുള്ള ഒരു കാര്യത്തിനൊക്കെ പെട്ടെന്നൊരു ആശ്വാസം നൽകുന്നതാണ്. വലിയ ഒരു ഔഷധ മരുന്നാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. പെട്ടെന്ന് നമുക്കൊരു റിലീഫ് കിട്ടാൻ വേണ്ടിയൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ചെടിയാണിത്. ഇത് മറ്റ് സൂപ്പുകളിലൊക്കെ വിദേശികൾ ആഡ് ചെയ്യുന്ന അവിടെ ഭയങ്കര ഫേമസ് ആയ ഒരു സാധനം. നമ്മളിവിടെ ഈ ഒരു തരത്തിൽ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് മുറ്റത്തൊക്കെ നിൽക്കുകയാണെങ്കിൽ ഇല പറിച്ച് കഴിഞ്ഞാണെങ്കിൽ നമുക്ക് അതിനുള്ള പ്രയോജനം ഉണ്ടാവും. ഇനി കൂടുതൽ ഇതുപോലുള്ള പ്ലാന്റുകളുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ശുഭദിനം.